നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശുഭഗ്രഹങ്ങളുടെ ശുഭത്വത്തിനെക്കുറിച്ചാണ് നോക്കിയത്. അതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഗുരുവിനെ ഏറ്റവും കൂടുതൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രഹങ്ങളെ നോക്കുന്നത്. പൗർണമി ചന്ദ്രനാണ് ഒരു പൊടി അധിക ബലം. അതുപോലെ ഗുരുവാണ് സൂക്ഷ്മതലത്തിൽ ഏറ്റവും കൂടുതൽ ശുഭത്വം തരുന്ന ഗ്രഹം. അതിന് ഞാൻ മുമ്പുള്ള ഗുരുവിനെ കുറിച്ചുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുരു ആകാശത്തിൽ ഒരുപാട് ദൂരെയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹവും അതുപോലെ തന്നെ നല്ല ഗ്രാവിറ്റി, അതായത് കൂടുതൽ ആകർഷണ ശക്തിയുള്ള ഗ്രഹം കൂടിയാണ്. ഗുരു സംരക്ഷണകാരകരാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ശുഭത്വം തരുന്നതും ഗുരു തന്നെയാണ് നമുക്ക്. പക്ഷേ ഈ ശുഭത്വം തരുന്ന ഗ്രഹങ്ങൾക്ക് പലരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ശുഭത്വം വളരെ കൂടുതലാണ്, എന്നിട്ട് ദോഷം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ശുഭഗ്രഹങ്ങൾ, ശുഭത്വം വരുന്ന ഗുരു, പൗർണമി ചന്ദ്രൻ, ശുക്രൻ, അതുപോലെ തന്നെ ബുധൻ, തനിച്ച ബുധൻ, ഈ 4 ഗ്രഹങ്ങൾക്കും തനിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര ശുഭത്വം ഒരു പാപൻ്റെ ദൃഷ്ടിയോ ഒരു പാപൻ്റെ യോഗമോ വരുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഗുരു നിൽക്കുകയാണ്, ഗുരുവിനൊരു ശനി യോഗം, ശനി ദൃഷ്ടി വന്നു കയറുമ്പോൾ ഗുരുവിൻ്റെ ആ ശുഭത്വത്തിൻ്റെ അളവ് വളരെയധികം കുറയും. തനിച്ച് നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭത്വമാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. ഗുരു ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ശനി 8 ഡിഗ്രിക്ക് ഉള്ളിൽ ഗുരുവിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസ്തമിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ശക്തി ആ പറയുന്ന ഉച്ചബലം പൂർണ്ണമായിട്ടുണ്ടാവില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പൂർണ്ണബലവാനും, അതേസമയം പാപൻ കൂടെ ചേരുമ്പോൾ സർവശക്തിയും പാപന് ദാനം ചെയ്തു പോകും. അപ്പോൾ പാപനാണ് അവിടെ ശുഭനായി നിൽക്കുക. പാപനെ ശുഭനാക്കുന്നതിന് തരത്തിലാണ് ഓരോ ശുഭഗ്രഹങ്ങൾ നിൽക്കുക. അപ്പോൾ ഒരു പാപൻ്റെ സാന്നിധ്യം, ദൃഷ്ടിയാണെങ്കിലും യോഗമാണെങ്കിലും, ഒരു പാപഗ്രഹത്തിൻ്റെ സാന്നിധ്യം ശുഭഗ്രഹത്തിനോട് അടുത്ത് വന്നാൽ, 8 ഡിഗ്രിക്കുള്ളിൽ വന്നാൽ ശുഭഗ്രഹം കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ശുഭഗ്രഹത്തിൻ്റെ ശക്തി മറ്റേയാൾക്ക് ദാനം ചെയ്തു പോകും, അല്ലെങ്കിൽ മറ്റേയാൾക്ക് കൊടുത്തു പോകും. അതൊരു പ്രധാനമായിട്ട് നോക്കേണ്ട വിഷയമാണ്. ശുഭത്വം വളരെയധികം ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു പാപൻ വരുമ്പോൾ അതിന് നല്ല ഭംഗം വരും. ഒരു ശനി, ഒരു രാഹു, ഒരു ചൊവ്വ, സൂര്യൻ, അതുപോലെ ഈ ഗ്രഹങ്ങളൊക്കെ ശുഭന്മാരോട് കൂടി ചേരുമ്പോൾ അവർ ശുഭരാവും. ഈ പാപന്മാരൊക്കെ ശുഭത്വം നേടും. പക്ഷേ അതേസമയം ശുഭഗ്രഹങ്ങളുടെ പാപത്വം നഷ്ടപ്പെടുകയും ചെയ്യും. അത് 8 ഡിഗ്രിക്ക് ഉള്ളിലാണെങ്കിലാണ് കൂടുതലായിട്ട്. ഒരു 8 ഡിഗ്രിയിലധികം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ശുഭഗ്രഹങ്ങൾക്കും ചെറിയ ശുഭത്വം ഉണ്ടാകും. 8 ഡിഗ്രി, അതൊരു 22 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ശുഭഗ്രഹങ്ങൾ സെപ്പറേറ്റ് ശുഭത്വം തന്നോടുകൂടി തന്നെ ഉണ്ടാവും. പാപഗ്രഹങ്ങൾക്ക് ശുഭത്വം ഉണ്ടാവില്ല, പാപത്വം തന്നെ ഉണ്ടാവും. ഡിഗ്രി ബേസിലാണത് നോക്കുക. എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പാപഗ്രഹങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ജ്യോതിഷത്തിൽ വരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ശുഭത്വം ഞാൻ പൊതുവെ നോക്കുന്നത് ജാതകങ്ങളിലുള്ള യോഗങ്ങളല്ല. പലതരം യോഗങ്ങൾ, 2000-ലധികം യോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. യോഗങ്ങളെ ഞാൻ നോക്കലില്ല എന്നുള്ളതാണ് സത്യം. ഗ്രഹങ്ങളുടെ ശുഭത്വം പാപത്വം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ യോഗങ്ങളെ നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല. അനഭ, സുനഭ, ദുർഗ, പല യോഗങ്ങളും പറയാം. ഈ യോഗങ്ങളൊന്നും നോക്കേണ്ടി വരുന്നില്ല. ഞാനത് സാധാരണ ശ്രദ്ധിക്കലുമില്ല. കാര്യം ഗ്രഹങ്ങളുടെ ശുഭത്വം പാപത്വം ദശാപഹാര ചിത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫലം നമുക്ക് മനസ്സിലാവും. അതിന് യോഗങ്ങളെക്കാൾ കൂടുതൽ ഒരു ഗ്രഹം കെട്ടുപോയിട്ടുണ്ടോ, ഭാവം കെട്ടുപോയിട്ടുണ്ടോ, ഗ്രഹത്തിനൊപ്പം തന്നെ ഭാവം, ഗ്രഹത്തിൻ്റെ വീട് കെട്ടുപോയിട്ടുണ്ടോ, ഗ്രഹം കെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടാണ്
അപ്പോൾ എങ്ങനെയാണ് പാപന്മാരുടെ പാപത്വം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പാപന്മാർ ഏതൊക്കെയെന്ന് നമുക്കറിയാം. ശനി ഏറ്റവും കൂടുതൽ പാപത്വം തരികയും ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. വളരെ മന്ദചാരനാണ്, മന്ദഗതി, അതുകൊണ്ടാണ് മന്ദൻ എന്ന് വിളിക്കുന്നത്. ശനിയാണ് കൂടുതൽ പാപത്വമുള്ളൊരു ഗ്രഹം. അതിനൊപ്പം പാപത്വമുണ്ട് അമാവാസി ചന്ദ്രന്, അതുപോലെ രാഹു. ശനി, രാഹു, അമാവാസി ചന്ദ്രൻ, ചൊവ്വ, സൂര്യൻ, അങ്ങനെയാണ് പാപത്വം പറയുന്നത്. പിന്നെ പാപനോട് ചേർന്ന ബുധൻ, അവിടെ ബുധൻ വരും. ശനിക്കാണ് കൂടുതൽ പാപത്വം. ശനി പാപത്വത്തിൻ്റെ ദുഃഖകാരകനാണ്, ദുരിതകാരകനാണ്, ദാരിദ്ര്യകാരകനാണ്. ദുഃഖം, ദുരിതം, ദാരിദ്ര്യം പോലുള്ള എല്ലാ കാരകത്വവും ശനിക്ക് തന്നെയാണ്. ശനിയാണ് ഏറ്റവും കൂടുതൽ പാപത്വം നേടുന്നുള്ള ഗ്രഹം. അതെങ്ങനെ നിന്നാലും സ്ഥാനബലം എന്ത് വന്നാലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ബന്ധം ശനിക്ക് വന്നില്ലെങ്കിൽ ആ ശനി പാപത്വമായിട്ട് നിൽക്കും. ശനിക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയോ ശുക്രയോഗമോ അല്ലെങ്കിൽ ബുധന് അവസാനം ബുധൻ്റെ യോഗമോ എങ്കിലും വന്നില്ലെങ്കിൽ, ദൃഷ്ടിയോ എങ്കിലും വന്നില്ലെങ്കിൽ ശനി പൂർണ്ണ ശുഭനല്ല, പൂർണ്ണ പാപനായിട്ട് നിൽക്കും. അപ്പോൾ ശനിയാണ് ഏറ്റവും കൂടുതൽ പാപത്വമുള്ള ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ശനി പ്രധാനമായിട്ട് നോക്കേണ്ടത് ഏതെങ്കിലും എല്ലാ ജാതകങ്ങളിലും നമ്മൾ ജാതകങ്ങൾ നോക്കുമ്പോൾ ശനിയും ചൊവ്വയും ഒന്നിച്ച് നിൽക്കുക, അതിന് അഗ്നിമാരുത യോഗം എന്നാണ് പറയുക. രണ്ടും വിരുദ്ധ സ്വഭാവമാണ്. ചൊവ്വ, സൂര്യൻ, ശനി, ചൊവ്വ, സൂര്യൻ, ഈ മൂന്ന് ഗ്രഹങ്ങളും വളരെയധികം ബുദ്ധിമുട്ടാണ്, ഒന്നിച്ച് ചേരാൻ പാടില്ല. ശനി ഇരുട്ടാവുമ്പോൾ സൂര്യൻ പ്രകാശമാണ്, ചൊവ്വ കാട്ടുതീയാണ്. ആഗ്നേയ ഭാവങ്ങളെന്ന് പറയുന്നത് മേടം, ചിങ്ങം, ധനു എന്ന് പറയുന്ന മൂന്ന് ഭാവങ്ങളാണ്. മേടം എന്ന് പറയുന്നത് കാട്ടുതീയാണ്, എന്നാൽ ചൊവ്വ കാട്ടുതീക്ക് സമാനമാണ്. സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് പാചകം ചെയ്യുന്ന നിയന്ത്രിതമായ നമ്മുടെ പാചക അടുപ്പിൽ തീ പോലെ നമുക്ക് കണക്കാക്കാം, ചിങ്ങരാശിയിൽ. അതേസമയം ധനു എന്ന് പറയുന്നത് നിലവിളക്കിലെ തീ പോലെ നമുക്ക് ആത്മീയമായ തീ എന്ന് കണക്കാക്കാം. മൂന്ന് ആഗ്നേയ രാശികളാണുള്ളത്, മേടം, ചിങ്ങം, ധനു. അതിന് മൂന്ന് സ്വഭാവമാണ്. ഇതിൽ സൂര്യനും ചൊവ്വയും വന്നിട്ട് പൂർണ്ണമായും ആഗ്നേയ സ്വഭാവം തന്നെയാണ്. ശനിയുമായിട്ട് ചേർന്നുകൂടാ എന്നുള്ളതാണ്. ശനിക്ക് വായുവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ വായുവും അഗ്നിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊരു കാട്ടുതീയാവും. അടുപ്പിലെ തീയാണെങ്കിലും അതിയായ വായുവിൻ്റെ അധികം വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കും, നാശം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഭക്ഷണം കെട്ടുപോകും, കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ചൊവ്വ രാശിയിലെ നാഥനായ ചൊവ്വയുമായിട്ട് ശനിക്ക് ബന്ധം വന്നു കഴിഞ്ഞാൽ അത് അഗ്നിമാരുത യോഗമായിട്ട് സർവനാശം വരുത്തും. കൂടെ നിന്നാലും ഒന്നിച്ചൊരു ഭാവത്തേക്ക് നോക്കിയാലും മിക്കവാറും ചില ജാതകങ്ങൾ കാണാം ശനിക്ക് തൊട്ടു പിറകിൽ ചൊവ്വ നിൽക്കും. അങ്ങനെ നോക്കിയാൽ എന്ത് സംഭവിക്കും? ശനിയുടെ മൂന്നാം ദൃഷ്ടി ഒരു ക്ഷേത്രത്തിൽ, ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്നത് ശനിയാണെങ്കിൽ 12-ൽ ചൊവ്വ നിൽക്കുക നോക്കിയാൽ, ലഗ്നത്തിൽ നിൽക്കുന്ന ശനി മൂന്നാം ദൃഷ്ടി കൊണ്ട് മൂന്നാം ഭാവത്തിനെ നോക്കും. ചൊവ്വ അതേസമയം 4-ാം ദൃഷ്ടി കൊണ്ട് മൂന്നാം ഭാവത്തിനെ നോക്കും. ഒരു സമയത്ത് ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി ഒരു ഭാവത്തിലേക്ക് വന്നാൽ ശുഭത്വം എത്ര സംഭവിച്ചാലും ഈ രണ്ട് ഭാവഗ്രഹങ്ങളുടെ ദൃഷ്ടി അല്ലെങ്കിൽ അഗ്നിയുടെയും മാരുതിൻ്റെയും ദൃഷ്ടി ഒരേ സമയം ഒരു ഭാവത്തിന് വന്നു കഴിഞ്ഞാൽ ആ ഭാവത്തിന് നാശം ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഭാവത്തിന് നാശം ഉണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ട് സൂര്യനുമായിട്ടോ ചൊവ്വയുമായിട്ടോ ശനി ചേരാനേ പാടില്ല. പാപഗ്രഹമാണ് ഏറ്റവും പാപനായ ശനി. സൂര്യനുമായും അതുപോലെ തന്നെ ആഗ്നേയഗ്രഹമായ ചൊവ്വയുമായിട്ടും ചേരാൻ പാടില്ല. ശനി ആരുടെ കൂടെ ചേർന്നാലും അവരെ നശിപ്പിക്കും. പക്ഷേ ഇത് ശനി ചൊവ്വ ഒന്നിച്ച് ഏതെങ്കിലും ഭാവത്തെ ദർശിക്കുകയോ നിൽക്കുകയോ യോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഭാവത്തിന് വളരെയധികം നാശം ഉണ്ടാകും. ആ ഭാവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഭാവത്തിൻ്റെ ഗുണങ്ങളൊന്നും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല, വളരെ കുറഞ്ഞിരിക്കും. ശനിയുടെ പാപത്വം അങ്ങനെയാണ്.
രാഹു എന്ന് പറയുന്ന പാവൻ. മറ്റൊന്ന്, രാഹു ശരിക്കൊരു വ്യത്യസ്തമായ ഗ്രഹമാണ്. പൂർണ്ണമായി പാവൻ എന്ന് പറയാം. പക്ഷേ ശുഭൻ്റെ ദൃഷ്ടിയോ ശുഭൻ്റെ ക്ഷേത്രസ്ഥിതിയോ വന്നാൽ ഉടൻ ശുഭത്വം ചെയ്യും. രാഹു പാവനാണ്. പക്ഷേ രാഹുവിൻ്റെ ദശ വരുന്ന സമയത്ത് രാഹു ഗുരുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഗുരുവിനെ പോലെയാണ് നമുക്ക് ഫലം തരുന്നത്. അതേപോലെ രാഹു ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിച്ചിട്ട്, ശുക്രദൃഷ്ടി വാങ്ങിച്ചിട്ട് ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ രാഹു എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, രാഹു ശുഭനായി ഏറ്റവും കൂടുതൽ ശുഭത്വം തരാൻ കഴിവുള്ളൊരു ഗ്രഹം കൂടിയാണ്. ഒരു ക്ഷേത്രത്തിലെ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നു ശുക്രൻ്റെ യോഗം ചെയ്തു, ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിച്ചു എന്ന് വയ്ക്കാം. അപ്പം ധനുവിൽ നിൽക്കുന്ന രാഹു ചിങ്ങത്തിലെ ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിച്ച് ശുക്രൻ കൂടെയുണ്ടെന്ന് വയ്ക്കാം. ശുക്രൻ രാഹുവിൻ്റെ കൂടെയുണ്ട് ധനുവിൽ. അങ്ങനെയാണെങ്കിൽ ആ രാഹു തരുന്ന അത്ര മറ്റൊരു ഗ്രഹവും തരില്ല എന്നുള്ളതാണ്. അത്രമാത്രം വർദ്ധിതമായ അളവിൽ രാഹു നമുക്ക് യോഗം തരും. രാഹു തരാൻ തുടങ്ങിയാൽ ഒരുപാട് ഗുണത്തിൽ തരും ചെയ്യും. പക്ഷെ രാഹു നശിപ്പിക്കുന്ന അളവും അതുപോലെ തന്നെയാണ്. പാപബന്ധം, രാഹുവിന് ചൊവ്വയുമായോ ശനിയുമായോ ബന്ധം വരുമ്പോൾ ശനി ആ ഭാവത്തിന് നാശം ഉണ്ടാവും. ആ ഭാവത്തിന് ഭാവാധിപനും അതൊക്കെ ചൊവ്വ ഏത് ആധിപത്യം വഹിച്ചോ ആ ആധിപത്യങ്ങൾക്കും, ശനി ഏത് ആധിപത്യം വഹിക്കുന്നുണ്ടോ ആ ആധിപത്യങ്ങൾക്കും ഒക്കെ നാശം ഉണ്ടാവും. അല്ലെങ്കിൽ കാരകത്വങ്ങളാണ് പ്രധാനമായിട്ടും പോവുക, ഭാവത്തിന് നാശം വരും. രാഹുവിൻ്റെ കൂടെ ചേരുന്ന ഗ്രഹങ്ങളുടെ കാരകത്വം നഷ്ടപ്പെടും. ഇപ്പോൾ ശുക്രൻ രാഹുവിൻ്റെ കൂടെ ചേരുകയാണ്. ശുക്രൻ രാഹുവിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ശുക്രൻ്റെ കാമകാരകത്വത്തിന് നാശം വരും. പിന്നെ ശുക്രൻ്റെ കാമകാരകത്വം എങ്ങനെ? ശുക്രൻ്റെ കാമകാരകത്വം വന്നിട്ട് നശിച്ച് ഒരു പക്ഷേ ശുക്രദശ ചെറിയ വയസ്സിൽ കിട്ടുകയാണെങ്കിൽ മോശം രീതിയിലുള്ള ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടും. രാഹുവുമായി ശുക്രൻ ചേർന്നു 8 ഡിഗ്രിക്കുള്ളിൽ, പ്രധാനമാണ് 8 ഡിഗ്രി പുറത്താണെങ്കിൽ അത് കുറഞ്ഞ രീതിയിലേ ഉണ്ടാവുള്ളൂ. 8 ഡിഗ്രിക്ക് ഉള്ളിൽ രാഹുവുമായിട്ട് ശുക്രൻ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ശുക്രദശ വരണം കൃത്യമായ പ്രായത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗവനത്തിൽ ശുക്രദശയാണ് വരുന്നത്. രാഹുദശ വന്നാൽ ദോഷം ചെയ്യില്ല, പ്രത്യേകം പറയാം. രാഹുദശ വന്നു കഴിഞ്ഞാൽ കാമം നന്നായി കിട്ടുക ചെയ്യാം. നല്ല രീതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ച് നല്ല രീതിയിലുള്ള ദാമ്പത്യം നടത്തുക തന്നെ ചെയ്യാം. പക്ഷെ അതേസമയം ശുക്രദശയാണ് വരുന്നതെങ്കിൽ ഇദ്ദേഹം മോശം രീതിയിലുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ളതാണ്. ഗുണം കുറഞ്ഞ വിവാഹബന്ധം, അങ്ങനെയൊരു അവസ്ഥ രാഹുവുമായി ചേരുന്ന ശുക്രനുണ്ടാവും. ആ ശുക്രൻ അതുപോലെ തന്നെയാണ് ശനിയുമായി ചേർന്നാലും. പൊതുവെ ശനിയുമായിട്ട് ശുക്രൻ ചേർന്ന് കഴിഞ്ഞാൽ തന്നേക്കാൾ വയസ്സ് കൂടിയ ആളുമായിട്ട് വിവാഹബന്ധത്തിന് ഏർപ്പെടാൻ തന്നെയാണ് യോഗം. കാരകത്വം, ശുക്രൻ്റെ കാരകത്വം നഷ്ടപ്പെടും. അതേസമയം ശുക്രനൊരു ഗുരുദൃഷ്ടി അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഫലം പറഞ്ഞുകൂടാം. ഒരു ജ്യോതിഷം അങ്ങനെയാണ്, കോമ്പിനേഷൻസാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകും, ശുക്രൻ രാഹുവുമായി ബന്ധം വന്നാൽ, ശുക്രൻ ശനിയുമായി ബന്ധം വന്നാൽ ഈ ദോഷം വരും. പക്ഷെ അതേസമയം ഒരു ഗുരുവിൻ്റെ ദൃഷ്ടി ആ ശുക്രന് കിട്ടിയാൽ ആ വന്ന ദോഷത്തിനെ നശിപ്പിക്കും, ഗുരു ഇല്ലാതെയാക്കും. വീണ്ടും ശുക്രൻ ശുഭനാകും. പ്രകാശം കൂടെ രാഹുവിന് ശുക്രൻ പ്രകാശം കൊടുത്തു എങ്കിലും പൗർണമി ചന്ദ്രൻ വീണ്ടും ഒരു ദാനം ആർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ശുക്രന് ദാനം ചെയ്ത് കഴിഞ്ഞാൽ ശുക്രൻ വീണ്ടും പഴയ ശക്തി തിരിച്ചു കിട്ടും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ശുക്രശനി യോഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജാതകം ക്ലോസ് ചെയ്യരുത്. ശുക്രശനി യോഗം ഉണ്ടാവാം. അതേസമയം ഒരു ഗുരുദൃഷ്ടി അല്ലെങ്കിൽ ഒരു പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ യോഗം അഡീഷണലായിട്ട് വന്നു എന്ന് വയ്ക്കുക, ഉടനെ ഈ ഫലം മാറിപ്പോകും. അപ്പോൾ ദോഷങ്ങളൊന്നും വരില്ല. ഒരു ഗ്രഹത്തിനെ കേടുവരുത്താൻ ഒരു പാപഗ്രഹം, ഒരു ശുഭഗ്രഹത്തിനെ കേടുവരുത്താൻ ഒരു പാപഗ്രഹത്തിന് സാധിക്കും. ശനി സൂര്യൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിതാവിന് ബുദ്ധിമുട്ട് വരും ഏതെങ്കിലും തരത്തിൽ. ഒരു പാപം കൊണ്ട് പറയുന്നത് ഒരു ഗ്രഹത്തിൽ പിതൃകാരകത്വത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ശനി 8 ഡിഗ്രിക്കുള്ളിൽ സൂര്യനുമായി ചേർന്ന് കഴിഞ്ഞാൽ പിതൃകാരകത്വത്തിന് ബുദ്ധിമുട്ട് വരും. പക്ഷെ അതേസമയം 9ാം ഭാവാധിപനെയും 9ാം ഭാവ കാരകനാണ് ഇവിടെ നഷ്ടമുള്ളത്. പക്ഷെ കാരകത്വമാണ് നശിക്കുക. ശനി സൂര്യനുമായി ചേരുമ്പോൾ കാരകത്വം, പിതൃകാരകത്വം നശിക്കും. പക്ഷെ അതേസമയം 9ാം ഭാവാധിപനെയും 9ാം ഭാവവും നോക്കണം.
9ാം ഭാവാധിപൻ ബലമുണ്ട്, 9ാം ഭാവം ബലമുണ്ടെങ്കിൽ പിതാവ് ചിലപ്പോൾ വിദേശത്ത് പോകും. അത്രേ ഉള്ളൂ. അതായത് ഫലം ഒരു കാര്യത്തിൽ ജ്യോതിഷത്തിൽ ഫലം പറഞ്ഞുകൂടാ, കോമ്പിനേഷൻസാണ്. അപ്പോൾ കാരകൻ നശിച്ചു, അതേസമയം ഭാവവും ഭാവാധിപനും ബലം ഉണ്ടെങ്കിൽ ഈ ഫലം വരില്ല. അപ്പോൾ ചെറിയൊരു ബലം വരും. എങ്ങനെ വരും? ശനിദശ തുടങ്ങിയാൽ അല്ലെങ്കിൽ സൂര്യദശ തുടങ്ങിയാൽ ഉടൻ പിതാവ് നമ്മളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. ഈ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ എന്തെങ്കിലും ഒരു കാരണത്തിൽ മാറി നിൽക്കും. അപ്പോൾ ഓരോ ഗ്രഹം കെട്ടുപോകുന്നതിന് ഭാവബന്ധം വരുന്നത് ശുഭഗ്രഹങ്ങളുടെ ആധിപത്യങ്ങളും കാരകത്വങ്ങളും കെടുത്തുന്നതിന് കാരണമാണ്. ഭാവഗ്രഹങ്ങൾ ശനിയാണെങ്കിലും രാഹു ആണെങ്കിലും പ്രത്യേക തരത്തിൽ 8 ഡിഗ്രിക്ക് ഉള്ളിൽ ഒരു ഗ്രഹത്തിനെ ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശുഭഗ്രഹം അതെത്ര ലഗ്നാധിപനാണെങ്കിലും, പ്രധാനമായിട്ട് നമ്മൾ ലഗ്നത്തിൻ്റെ ആധിപത്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ലഗ്നാധിപനെ ശനി ബന്ധം അല്ലെങ്കിൽ ചൊവ്വാബന്ധം, രാഹുബന്ധം, ഇത് ഒരു അളവുണ്ട്. അതായത് ഒരേ സമയം ശനിയും ചൊവ്വയും രാഹുവും പീഡിപ്പിക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിന് പിന്നെ ഫലമില്ല. ഈ ഭാവബന്ധം എത്ര കൂടുന്നോ അതിനനുസരിച്ചാണ്. ചില ഇതിലൊക്കെ ചൊവ്വ ശനി നിന്നിട്ടുണ്ടാവും, പ്ലസ് രാഹു കൂടെ നിന്നിട്ടുണ്ടാവും. അത് വളരെയധികം ദോഷം വർദ്ധിക്കും. ഒരു ശുഭഗ്രഹത്തിൽ വ്യാഴത്തിൻ്റെ കൂടെ ശനി മാത്രം നിന്നു, അത് ആത്മീയത കൂട്ടും, ഒരുപാട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്തി കൂടും, ക്ഷേത്ര ദർശനം കൂടും, ആത്മീയത കൂടും. ശനി ഗുരുവിൻ്റെ യോഗം കൊണ്ട് കൂടെ കേതുവും കൂടി ഉണ്ടെങ്കിൽ ഇയാൾ സന്യാസിയാകും. പക്ഷെ അതേസമയം ശനി ഗുരു കൂടെ രാഹുവാണ് അല്ലെങ്കിൽ കൂടെ ചൊവ്വയാണ് എങ്കിൽ ആ ഗുരു പൂർണ്ണമായിട്ട് കെട്ടുപോയി എന്ന് പറയാം. ആ ഗുരുദശ നല്ല ദോഷം ചെയ്യും. ഇതെല്ലാം എപ്പോഴാണ് തരുന്നത്? ദശ വരണം. കെട്ടുപോയ ഗ്രഹത്തിൻ്റെ, ഇപ്പം ശുക്രനെയാണ് ശനിയും ചൊവ്വയും ഒന്നിച്ച് നിന്ന് ശുക്രനെ കേടുവരുത്തിയെന്ന് വയ്ക്കാം. ശുക്രൻ്റെ ദശയിലാണ് ശുക്രൻ കേടുവരുള്ളൂ, അല്ലാതെ നോർമലായിട്ട് എല്ലാ സമയത്തും ശുക്രൻ നമ്മളെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ല. ശുക്രൻ്റെ ദശ, ശുക്രൻ്റെ അപഹാരം, ശുക്രൻ്റെ ചിത്രം, ഈ സമയങ്ങളിലാണ് നമുക്ക് ആ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരിക. ഇതെല്ലാം കോമ്പിനേഷൻസാണ്. ദശ വരണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ശുക്രദശ വരില്ല. അപ്പോൾ രാഹു ശുക്രനുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇളം പ്രായത്തിൽ ശുക്രദശ വന്നാലേ ദോഷമുള്ളൂ, രാഹുദശ വന്നാൽ ദോഷമില്ല. അതേസമയം ശുക്രൻ വരുന്നേ ഇല്ല, ദശ വരുന്നേ ഇല്ല, ഈ ദോഷമൊന്നും സംഭവിക്കില്ല. അപ്പോൾ പലരും ജാതകം നോക്കിയിട്ട് എനിക്ക് ശുക്രനും രാഹു യോഗം ഉണ്ടല്ലോ, എനിക്കിതൊന്നും കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ശനി ശുക്രൻ യോഗം ഉണ്ടല്ലോ, എനിക്ക് വയസ്സ് കൂടിയ ആളായിട്ടല്ലല്ലോ വിവാഹം നടന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ദശ വന്നില്ലെങ്കിലും നടക്കില്ല. ദശ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ശുക്രദശ വരണം, എന്നാലെയാണ് കേട് സംഭവിക്കുള്ളൂ. ഏതൊരു ഗ്രഹം കെട്ടുപോയിട്ടുണ്ടോ ആ ഗ്രഹത്തിൻ്റെ ദശ നമുക്ക് വന്നാൽ മാത്രമേ ആ ദോഷം അനുഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ദോഷാനുഭവം കുറവായിരിക്കും. മറ്റ് ദശകളിലുള്ള അപഹാരങ്ങളിൽ ചെറിയ രീതിയിൽ അനുഭവിക്കും. അങ്ങനെയാണ് ഫലം പറയേണ്ടത്. അപ്പം ഒരു ഗ്രഹം കെട്ടുപോകുക എന്ന് പറയുന്നത് ശനി, അതുപോലെ ചൊവ്വ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അഗ്നിമാരുത യോഗം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. ചൊവ്വ ശനി നിൽക്കുന്ന ഒന്നിച്ച് നിന്നാലും ഒന്നിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് നോക്കിയാലും പല ദൃഷ്ടിയുണ്ട്. ശനിക്ക് 3, 7, 10 ഭാവങ്ങളിലും ചൊവ്വയ്ക്ക് 4, 7, 8 ഭാവങ്ങളിലുമാണ് ദൃഷ്ടി. അപ്പോൾ പലപ്പോഴും ഈ ശനിയും ചൊവ്വയും കൂടി ഒന്നിച്ച് നോക്കുന്ന ഭാവങ്ങളൊക്കെ കെട്ടുപോകാറുണ്ട്. ആ ഭാവങ്ങളുടെ ഫലം വളരെ കുറഞ്ഞിരിക്കും. അത് വീക്കായിരിക്കും, അവരുടെ വീക്ക് ഭാവമായിട്ട് നോക്കാം നമുക്ക്. അതുപോലെ അവിടേക്കൊരു ശുഭദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഫലം മാറും ചെയ്യും. അവിടേക്കൊരു ഗുരു കൂടി നോക്കി, ഇപ്പോൾ ശനിയും ചൊവ്വയും കൂടി ഒന്നിച്ച് നോക്കുന്നൊരു ഭാവമുണ്ട്, അതിപ്പോൾ 3ാം ഭാവമാണ്. അപ്പോൾ സഹോദര ഭംഗം തന്നെ പറയണം. പക്ഷെ അതേസമയം സഹോദരകാരകനായ ചൊവ്വ ബലവാനാണ്, അല്ലെങ്കിൽ സഹോദര ഭാവമായിട്ട് 3ാം ഭാവത്തിലേക്ക് ഗുരുദൃഷ്ടി വന്നു എന്ന് വയ്ക്കാം. അപ്പോൾ ഈ സഹോദരദോഷം പറഞ്ഞുകൂടാ. കാര്യം ഒരു ശുഭത്വം ശനിയും ചൊവ്വയല്ല, ഏത് പാവന്മാരും ഒന്നിച്ച് നിന്ന് നോക്കിയാലും അവിടേക്ക് ഒരു ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണദോഷമില്ല. കാര്യം വീണ്ടും പ്രകാശം കിട്ടും, കെട്ടുപോകും, കെട്ട് നന്നാവും, കേട് വന്നിട്ട് വീണ്ടും നന്നാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രഹങ്ങളുടെ ഭാവത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുഭത്വം മാത്രമല്ല, നമ്മൾ നല്ലത് മാത്രം നോക്കും. പക്ഷേ എങ്കിലും പാപത്വങ്ങൾ, അത് ശനി, അതുപോലെ അമാവാസി ചന്ദ്രനും അതുപോലെ തന്നെയാണ്. അമാവാസി ചന്ദ്രൻ നമ്മൾ
മാതാവിന് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. കാരകൻ മാതൃകാരകനാണ്, കാരകത്വം നശിച്ചു പോകും. അതേസമയം അമാവാസി സൂര്യനും ചന്ദ്രനും ഒരു ക്ഷേത്രത്തിൽ നിന്നു അമാവാസിയായി, അതിൻ്റെ കൂടെ ഒരു രാഹു, അതിൻ്റെ കൂടെ ഒരു ശനി, അതിൻ്റെ കൂടെ ഒരു ചൊവ്വ വന്നാൽ അത്ര കുഴപ്പമില്ല. പക്ഷേ ശനിയോ രാഹുവോ കൂടെ വരികയാണെങ്കിൽ വീണ്ടും പാപത്വം വരും. അതുപോലെ തന്നെയാണ് പാപഗ്രഹങ്ങളുടെ കൂടെ. ഇപ്പോൾ ശനി നിന്നു, അതിൻ്റെ കൂടെ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ബുധൻ പാപനാവും. ചൊവ്വ നിന്നു, ചൊവ്വയുടെ കൂടെ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ബുധൻ പാപനാവും. ബുധൻ്റെ ശുഭത്വം നഷ്ടപ്പെടും. അപ്പോൾ ചൊവ്വയ്ക്ക് ചെറിയ ശുഭത്വം കിട്ടും. ശനി ബുധൻ നിൽക്കുമ്പോൾ ശനിക്ക് ചെറിയ ശുഭത്വം കിട്ടും. ബുധൻ പാപനാവും, ബുധന് പാപത്വം വരും. പക്ഷേ ശനി ശുഭനാവും. അതായത് ഈ ശുഭഗ്രഹങ്ങൾ ദാനം ചെയ്യാൻ തൽപരരായതുകൊണ്ട്, ദേവത്വം കൂടുതലുള്ളതുകൊണ്ട് ശുഭഗ്രഹങ്ങളുടെ ശക്തി മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് ഇവിടെ ന്യൂട്രലായിട്ട് ഒന്നുമില്ലാതിരിക്കും. അപ്പോൾ ബുധനൊന്നും തരാണ്ടാവില്ല. പക്ഷേ അതേസമയം ശനിക്ക് ദശയിൽ അനുകൂലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പാപന്മാരോട് കൂടെ ചേരുന്ന ശുഭന്മാർ കെട്ടുപോവുകയും ശുഭത്വം നഷ്ടപ്പെടുകയും, അതേസമയം പാപന്മാരുടെ ശക്തി ഉപയോഗിച്ച് ശുഭന്മാരുടെ ശക്തി ഉപയോഗിച്ച് പാപന്മാർ നമുക്ക് ശുഭഫലങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശുഭത്വം പാപത്വം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻസ് ഒരുപാട് മനസ്സിലാക്കാനുള്ളതാണ്. ഞാൻ വളരെ ചെറിയ രീതിയിലാണ്, എനിക്കതിൽ കൂടുതൽ കാര്യം ഞാൻ മറ്റൊന്നും നോക്കലില്ല. ജ്യോതിഷത്തിൽ കൂടുതലായിട്ട് യോഗങ്ങളെ നോക്കിയിട്ടല്ല ഞാൻ ഫലം പറയുന്നത്. എൻ്റെ ആചാര്യനും അങ്ങനെ തന്നെയാണ്. യോഗങ്ങളല്ല, ഗ്രഹങ്ങളുടെ നമുക്ക് ബലം തരാനുള്ള കഴിവാണ് പ്രധാനം. അത് എത്ര പ്രകാശമുണ്ട്, എത്ര ശുഭത്വമുണ്ട് എന്നതിനെക്കുറിച്ച് എന്ന് ചിന്തിച്ചിട്ടാണ് ഫലം പറയുന്നത്. യോഗങ്ങളുണ്ടാവാം, കേസരി യോഗം, പല യോഗവും നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ഒരു യോഗങ്ങളില്ലാത്ത ഒരു ജാതകമില്ല. യോഗങ്ങൾ 2030 യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളില്ലാത്ത ഒരു ജാതകവും ഇല്ല നമ്മുടെ. പക്ഷെ ആ യോഗങ്ങൾ അനുഭവിക്കുന്ന 100-ൽ ഒരാൾ പോലും ഉണ്ടാവില്ല. അതാണ് യോഗത്തിൻ്റെ ഒരു. ഇപ്പോൾ ഹംസയോഗമുള്ള, ശശമഹായോഗമുള്ള, രുചകയോഗമുള്ള, പഞ്ചമഹാപുരുഷ ഭദ്രായോഗമുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ആ ഫലം അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. കാരണം അവർക്ക് അതേ സമയത്ത് ഒരു പാപൻ്റെ യോഗമോ ദൃഷ്ടിയോ അവർക്കുണ്ടാവും. അല്ലെങ്കിൽ അത് ആ യോഗം തരുന്ന ഗ്രഹം അവയോഗ ഗ്രഹമായിരിക്കും. അതായത് 1, 5, 9 ഭാവാധിപനാവില്ല. ഒരു ലഗ്നത്തിൻ്റെ 1, 5, 9 ഭാവാധിപൻ യോഗം തരുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടൊരു ഫലത്തിൽ വരിക. അപ്പോൾ യോഗങ്ങളെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനത് നോക്കലില്ല. ഗ്രഹങ്ങളുടെ ശുഭത്വം, ഗ്രഹങ്ങളുടെ പാപത്വമാണ് ഫലപ്രവചനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതം. അത് മനസ്സിലാവുമ്പോൾ തന്നെ ഒരു യോഗങ്ങളും നമുക്ക് നോക്കേണ്ടതായിട്ട് വരില്ല. ശുഭനാണോ? ആധിപത്യ ശുഭത്വമുണ്ട്, കാരകത്വ ശുഭത്വമുണ്ട്. അതായത് നമുക്ക് 1, 5, 9 ഭാവാധിപത്യം തരുന്നൊരു ഗ്രഹമാണ്. ആ ഗ്രഹം ശുഭനാണ്, ആ ഗ്രഹം ലഗ്നവുമായിട്ട് നിയറസ്റ്റ് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ആ ദശ നമുക്ക് അനുകൂലത്തിൽ, അതായത് നല്ല പ്രായത്തിൽ വരുന്നുണ്ടെങ്കിൽ യോഗജാതകമാണ്. ലഗ്നത്തിന് ബലം വേണം. ലഗ്നത്തിന് ലഗ്നാധിപനോ, അതായത് നമുക്ക് ഒരുപാട് ധനം അല്ലെങ്കിൽ സ്വർണം, സ്വത്ത്, ലോട്ടറി അടിച്ചു തന്നെ വയ്ക്കുക. ലോട്ടറി അടിക്കുന്നവരെല്ലാവരും നന്നായിരിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കത് വിനിയോഗിക്കാൻ, അതിനെ എങ്ങനെ ചെലവഴിക്കണമെന്നോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിവോ കഴിവോ ഇല്ലെങ്കിൽ ആ ധനം നിൽക്കില്ല. ധനം നിൽക്കണമെങ്കിൽ ലഗ്നത്തിന് ബലം വേണം. അപ്പം ലഗ്നബലം ഒരു പ്രധാന വിഷയമാണ്. എത്ര 1, 5, 9 അല്ല 5, 9 ബലം ഉണ്ടെങ്കിലും 1-ാം ഭാവം എന്ന് പറയുന്ന ലഗ്നത്തിൻ്റെ ബലം എത്രയുണ്ടോ, ലഗ്നാധിപൻ്റെ ബലം എത്രയുണ്ടോ, ലഗ്നത്തിലേക്കുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജാതകത്തിൻ്റെ ശുഭത്വം, അല്ലെങ്കിൽ ജാതകത്തിൻ്റെ യോഗങ്ങൾ, അല്ലെങ്കിൽ ജാതകത്തിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ അഭിവൃദ്ധി, സന്തോഷം, ഹാപ്പിനെസ്, ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം കിടക്കുന്നത് ലഗ്നശുഭത്വത്തിലാണ്. ലഗ്നത്തിന് എത്ര ശുഭത്വം വരുന്നു, എത്ര ശുഭഗ്രഹ ബന്ധം വരുന്നു, അതിലാണ് നിങ്ങളുടെ ജാതകം ശക്തമാണോ അല്ലെങ്കിൽ നല്ലതാണോ, സന്തോഷമുള്ളതാണോ അല്ല ദുഃഖപൂർണമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ലഗ്നത്തിലെ നോക്കിക്കൊണ്ടാണ്. ലഗ്നത്തിലേക്ക് വരുന്ന ശുഭഗ്രഹങ്ങളുടെയും പാപഗ്രഹങ്ങളുടെയും ബന്ധം നോക്കിക്കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശുഭഗ്രഹങ്ങളെ പറഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ പാപഗ്രഹങ്ങളെക്കുറിച്ച്, ശനി, രാഹു,
കൂടുതൽ ഭാവന്മാർ. അമാവാസി ചന്ദ്രൻ, അത് കഴിഞ്ഞ് 1/4 ഭാവനായ ചൊവ്വ, 1/2 ഭാവനായ സൂര്യൻ. ഈ ഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഇതെല്ലാം പാപം. അതുപോലെ പാപത്വം വന്ന ബുധനും പാപനാണ്. പാപഗ്രഹ ബന്ധം വന്ന ബുധനും പാപനാണ്. ഈ പാപഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ജ്യോതിഷത്തിൽ കോമ്പിനേഷൻസാണ്. അത് മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് തന്നെ എടുക്കണം. അപ്പോഴാണ് അതിന് ഒരു ഭാഗം ഒരു സ്റ്റെപ്പ് കൊണ്ടല്ല ജ്യോതിഷം ചെയ്യേണ്ടത്. പലതരം കോമ്പിനേഷൻസ്, ശുഭത്വം, പാപത്വം, ഇതൊക്കെ നോക്കുമ്പോൾ ലഗ്നബന്ധം, അതേസമയം നല്ല ദശകൾ, ചിലപ്പോൾ ഒരുപക്ഷെ മിക്കവാറും നല്ല ജാതകം കാണും. ലഗ്നത്തിൽ ഗുരു നിൽക്കുന്നുണ്ടാവും, ലഗ്നത്തിൽ ദിഗ്ബലം ചെയ്ത് ബുധനും നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് നല്ല പ്രായത്തിൽ, അവർക്ക് ഒരു 60 വയസ്സ് വരെ യോഗദശകളൊന്നും വന്നിട്ടുണ്ടാവില്ല. എല്ലാ അവയോഗദശയായിരിക്കും. അവയോഗദശ പറഞ്ഞാൽ എതിർ കക്ഷിയുടെ ഭരണം, സ്വന്തം കക്ഷി 1, 5, 9 ഭാവാധിപൻ്റെ ഭരണം വന്നിട്ടില്ലെങ്കിൽ ഈ ജാതകത്തിന് ഫലം ഉണ്ടാവില്ല. ഗവൺമെൻറ് ജോലിക്ക് അധികാരം, ചിങ്ങരാശിക്ക് ഫലം, ചിങ്ങരാശിയിൽ ശുഭത്വം, സൂര്യൻ അതിബലത്തിൽ ദിഗ്ബലം ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ജാതകങ്ങളിൽ പോലും ദശ കറക്റ്റായിട്ട് 1, 5, 9 ഭാവാധിപൻ്റെ ദശകൾ വന്നില്ലെങ്കിൽ ഈ ജാതകത്തിന് ആ ഫലം ഉണ്ടാവില്ല. ദശകൾ വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. ജീവിതത്തിലെ സംഭവങ്ങളെ നിർണ്ണയിക്കുന്നത് ദശ അപഹാര ചിത്രങ്ങളാണ്. ഗ്രഹങ്ങളുടെ ബലവും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ബലവും മാത്രം നോക്കിയിട്ട് ജ്യോതിഷത്തിൽ ഫലം പ്രവചിച്ചുകൂടാ. ദശ അതിലേറെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ലഗ്നഫലത്തിനൊപ്പം തന്നെ ശുഭദശകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യജാതകത്തിന് പ്രധാനമാണ്. നമസ്തേ.